ശത്രുക്കൾ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന രംഗം കണ്ട് മനസ്സ് വേദനിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാസിർ കുടുംബമേ ക്ഷമിക്കുക, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. വയോധികരായ ആ മാതാപിതാക്കളെ അതിക്രൂരമായി പീഡിക്കുന്ന രംഗം കണ്ടാണ് ശ്രേഷ്ഠരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്. ആരാണ് ആ യാസിർ കുടുംബം? അവരുടെ ചരിത്രം എന്താണ്? കഥ കേൾക്കാം. മഞ്ഞുതുള്ളികൾ വീണ് കുളിരണിഞ്ഞ മനോഹരമായ ഒരു പ്രഭാതം, പരിമളം നിറഞ്ഞ മനോഹരമായ അന്തരീക്ഷം. യമനിൽ നിന്നുള്ള ആ കച്ചവട സംഘം മക്കയിലെ ഒരു ഉയർന്ന പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. ആ പ്രദേശത്ത് ഉയർന്ന ഭാഗത്ത് കയറി നിന്ന് യാസിർ ബിൻ ആമിറുൽ കിനാനി മക്കയുടെ കഅബയിലേക്ക് നോക്കുകയാണ്. നയനാനന്ദകരമായ കാഴ്ചയായിരുന്നു അത്. പ്രതാപത്തോടുകൂടെ ജ്വലിച്ചു നിൽക്കുന്ന കഅബ. ആ കാഴ്ച യാസിറിനെ വലിയ സന്തോഷത്തിലേക്ക് നയിക്കുകയുണ്ടായി. ഒരിക്കലും ഇതുപോലെയുള്ള ഒരു സന്തോഷകരമായ രംഗം യാസിർ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. സാധാരണ യമനിൽ നിന്ന് കച്ചവട ആവശ്യത്തിന് വേണ്ടിയാണ് പല സംഘങ്ങളും മക്കയിലേക്ക് വരുന്നത്. പക്ഷേ യാസിർ വന്നത് അതിനു വേണ്ടിയായിരുന്നില്ല. യാസിറും സഹോദരന്മാരായ ഹാരിത്തും മാലിക്കും ഈ കച്ചവട സംഘത്തിൻ്റെ കൂടെ മക്കയിലേക്ക് വന്നത് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ, കാണാതായ തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ അന്വേഷിച്ചുകൊണ്ടായിരുന്നു. യമനിലും മറ്റു പല പ്രദേശങ്ങളിലും അന്നു മുതൽ ധാരാളം വർഷങ്ങളായി ആ ഒരു സഹോദരനെ അവർ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണ് ഇനി മക്കയിലെങ്ങാനും ഉണ്ടാകുമോ എന്ന ചിന്തയിൽ അവർ മക്കയിലേക്ക് ആ അന്വേഷണം വ്യാപിപ്പിച്ച് എത്തിയത്. അവിടെയും ആ ഒരു സഹോദരനെ കാണാതെ വന്നപ്പോൾ എന്തു ചെയ്യണമെന്ന് അവർ 3 പേരും ആലോചിച്ചു. ഹാരിത്തും മാലിക്കും യമനിലെ തങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ യാസിർ അവിടെ തന്നെ തുടർന്നു. ആ തുടർച്ച, അവിടെ തുടരണമെന്ന തീരുമാനം ചരിത്രത്തിൻ്റെ ഒരു പിറവിയായിരുന്നു. മക്കയിൽ സ്ഥിരമായി താമസിക്കാൻ എടുത്ത ആ തീരുമാനം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അതിശക്തമായ ഒരു ഏടായി മാറും. ലോക ചരിത്രത്തിൽ വിസ്മരിക്കാൻ സാധിക്കാത്ത ഒരു അധ്യായമായി അത് മാറും എന്ന് ആ സമയത്ത് യാസിർ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഭാവിയിൽ മക്കയിലെ ജീവിതത്തിൽ തനിക്ക് പിറക്കാൻ പോകുന്ന ഒരു കുഞ്ഞ് ലോകത്തോളം വളരുമെന്നും തനിക്കും തൻ്റെ ഭാവിയിൽ കല്യാണം കഴിഞ്ഞുണ്ടാകുന്ന വധുവിനും സ്വർഗീയ സമാനമായ വലിയ സന്തോഷങ്ങൾ കാത്തിരിക്കുന്നു, അതിന് കാരണമാകുമെന്നും ആ സമയത്ത് ചെറുപ്പക്കാരനായ യാസിർ അറിഞ്ഞിരുന്നില്ല. മക്കയിലെ ഏതോ കുലീനമായ അന്തസ്സുള്ള കുടുംബത്തിലെ അംഗമായിരുന്നില്ല യാസിർ. ആ കാലഘട്ടത്തിൽ കുടുംബത്തിൻ്റെ പേരിൽ, കുടുംബത്തിൽ വലിയ മഹിമ ഉണ്ടെങ്കിൽ വലിയ സ്ഥാനം കിട്ടുകയും നല്ല ഗോത്രത്തിലുള്ള ആളുകളാണെങ്കിൽ വലിയ സ്ഥാനം കിട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമാണത്. പക്ഷേ മക്കയിലെ ഒരു ഉന്നതമായ ഒരു ഗോത്രത്തിലെയും അംഗമായിരുന്നില്ല യാസിർ. ശത്രുക്കളിൽ നിന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു ഗോത്രം യാസിറിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള ആളുകൾ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്നത് മക്കയിലുള്ള ഏതെങ്കിലും ഉന്നതമായ ഗോത്രത്തോട് ചേർന്ന് അവരുടെ കീഴിൽ പ്രവർത്തിക്കുക, ജീവിക്കുക എന്നതായിരുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട അബൂ ഹുദൈഫത്ത് ബിൻ മുഗീറ അവരെ ഏറ്റെടുക്കാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും അവരോട് കക്ഷി ചേർന്ന് ജീവിതം മുന്നോട്ട് നയിക്കുകയുമായി ചെയ്യുകയാണ് യാസിർ. പ്രശംസനീയമായ പല സ്വഭാവ ഗുണങ്ങളും യാസിറിൽ കാണാൻ ഉടമയായ അബൂ ഹുദൈഫത്തുൽ മുഗീറക്ക് സാധിച്ചു. അബൂ ഹുദൈഫത്തുൽ മുഗീറ സകൂറം ശ്രദ്ധിച്ചപ്പോൾ ബുദ്ധിമാനും പലതരത്തിലുള്ള കുലീനതയും എല്ലാമുള്ള സൽസ്വഭാവങ്ങളെല്ലാം മേളിച്ച ഒരു ചെറുപ്പക്കാരനാണ് യാസിർ എന്ന് വേഗം മനസ്സിലാക്കി. ആ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായി തൻ്റെ അടിമ സ്ത്രീകളിൽപ്പെട്ട സുമയ്യ ബിൻത്ത് ഖിബാത്വ എന്ന യുവതിയെ അവർക്ക് യാസിറിന് കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ സന്തോഷത്തോടെ അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിതം ആരംഭിച്ചു. അങ്ങനെ ഏതാനും നാളുകൾ കഴിഞ്ഞ് ഭാര്യ ഗർഭിണിയാവുകയും മാസങ്ങൾക്ക് ശേഷം അവർ പ്രസവിക്കുകയും ചെയ്തപ്പോൾ അമ്മാർ എന്നാണ് ആ കുഞ്ഞിനെ അവർ പേരിട്ട് വിളിച്ചത്. അടിമകളിൽപ്പെട്ടവർക്ക് മക്കളുണ്ടാവുകയാണെങ്കിൽ ആ മക്കളും അടിമയാണ് എന്ന നിയമം നിലനിന്നിരുന്ന മക്കയിൽ യജമാനനായ അബൂ ഹുദൈഫത്ത് ബിൻ മുഗീറ ഈ പിറന്ന കുഞ്ഞ് സ്വതന്ത്രനാണ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഈ മാതാപിതാക്കൾക്ക് സുമയ്യക്കും യാസിറിനും വലിയ സന്തോഷമായി. അങ്ങനെ കാലഘട്ടങ്ങൾ മുന്നോട്ട് പോയി. മക്കയിലായ അവരുടെ ജീവിതം കുറേ വർഷങ്ങൾ ചെലവഴിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ യാസിർ ഭാര്യ സുമയ്യയും വാർദ്ധക്യത്തിലേക്കും അവരുടെ പ്രിയപ്പെട്ട മകൻ അമ്മാർ യുവത്വത്തിലേക്കും കടക്കുകയായിരുന്നു. ആ സമയത്താണ് ലോകത്ത് ഒരു മഹാപ്രഭ മക്കയിൽ ഉദിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം അല്ലാഹു നൽകിയിരിക്കുന്നു. ആ വാർത്ത എങ്ങും പരന്നു. മക്കയിൽ ഒരു പ്രവാചകർ വന്നിട്ടുണ്ട്. പലരും എതിർക്കുന്നു, പലരും കൂടെ ചേരുന്നു, പലരും അന്വേഷിക്കുന്നു. ആ സമയത്ത് അമ്മാർ ഇബ്നു യാസിർ പലരിലൂടെയും പലതും കേട്ടു. അമ്മാർ ഇബ്നു യാസിറിന് തോന്നി, ഞാൻ കേട്ടതൊന്നും പൂർണ്ണമല്ലല്ലോ, ഒന്ന് ആത്മാർത്ഥമായി അവിടെ ചെന്ന്, സമുദ്രം നിനക്കരികിൽ തന്നെ ഉണ്ടല്ലോ, നീ എന്തിനാണ് ആ സമുദ്രത്തിൽ നിന്ന് അകലുന്നത്, പോയി അന്വേഷിച്ചു നോക്കൂ എന്ന് അമ്മാറിൻ്റെ അന്തരംഗം മന്ത്രിച്ചപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുവാൻ വേണ്ടി അമ്മാർ ഇബ്നു യാസിർ അർഖമിൻ്റെ വീട്ടിലേക്ക്, ദാറുൽ അർഖമിലേക്ക് ചെന്നു. അവിടെ വെച്ച് ഹബീബായ തങ്ങളെ കണ്ടു, അവിടത്തോട് സംസാരിച്ചു. അവിടുന്ന് കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിൽ ആകൃഷ്ടനായ അമ്മാർ ഇബ്നു യാസിർ അവിടെ വെച്ച് തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ആ വിശുദ്ധമായ പാന്താവിലേക്ക് കടന്നു വരികയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് നിന്ന് ഇസ്ലാം സ്വീകരിച്ച് നേരെ അമ്മാർ ഇബ്നു യാസിർ
ചെന്നത് പ്രിയപ്പെട്ട ഉമ്മയായ സുമയ്യയുടെ അടുത്തേക്കാണ്. സുമയ്യയോട് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ നല്ല സന്ദേശങ്ങൾ പറഞ്ഞപ്പോൾ, അതിലേക്ക് ഉമ്മയെ ക്ഷണിച്ചപ്പോൾ വളരെ വേഗമാണ് സുമയ്യ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. സുമയ്യ റളിയല്ലാഹു അൻഹ ആയി മാറിയത്. ഒരുപക്ഷെ നേരത്തെ ഉമ്മയോട് പറഞ്ഞു വച്ച് പോയതുപോലെ പറഞ്ഞപ്പോഴേക്കും ഇസ്ലാം സ്വീകരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അമ്മാർ നേരെ പോയത് പ്രിയപ്പെട്ട പിതാവ് യാസിറിൻ്റെ അടുത്തേക്കാണ്. യാസിറിനോട് ഉമ്മയോട് പറഞ്ഞതുപോലെ ഹബീബായ തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ സുന്ദരമായ ആശയങ്ങൾ പറഞ്ഞപ്പോൾ വളരെ വേഗത്തിൽ യാസിറും ഇസ്ലാമിലേക്ക് വരികയായിരുന്നു. 3 പേരും ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് ഉപ്പ യാസിറും ഉമ്മ സുമയ്യയും മകൻ അമ്മാറും കടന്നു വന്നു. ഒരു കുടുംബം മുഴുവനും ഇസ്ലാമിലേക്ക് റളിയല്ലാഹു അൻഹു. യാസിർ കുടുംബം ഇസ്ലാം സ്വീകരിച്ചു എന്ന വാർത്ത വളരെയധികം കോപത്തോടെയും ഞെട്ടലോടെയും ദേഷ്യത്തോടെയുമാണ് അവർക്ക് അഭയം നൽകിയിരുന്ന ഗോത്രമായ മഖ്സൂമുകാർ കേട്ടത്. അവർ കോപം കൊണ്ട് ജ്വലിച്ചു. എന്ത് വില കൊടുത്തും യാസിർ കുടുംബത്തെ ഞങ്ങൾ ഇസ്ലാമിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും, പരമ്പരാഗത മതത്തിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ അവരുടെ കഥ കഴിക്കുമെന്നവർ ഉറച്ച തീരുമാനമെടുത്തു. അവരുടെ കുലദൈവങ്ങളെ സാക്ഷി നിർത്തി അവർ പ്രതിജ്ഞയെടുത്തു. പറഞ്ഞത് പ്രകാരം യുവാവായ അമ്മാറിനെയും മാതാപിതാക്കളായ സുമയ്യ ബീവി, യാസിർ റളിയല്ലാഹു അൻഹു എന്നിവരെയൊക്കെ മക്കയിലെ കടുത്ത ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലേക്ക് അവർ വലിച്ചു കൊണ്ടുപോവുകയാണ്. അതിക്രൂരമായ പീഡനങ്ങളാണ് അവർ കേൾക്കേണ്ടി വരുന്നത്. ഇരുമ്പ് കൊണ്ടുള്ള പടച്ചട്ട അവരുടെ വസ്ത്രങ്ങളൊക്കെ മാറ്റി അവരുടെ ശരീരത്തിൽ അണിയിച്ച് ചുട്ടുപൊള്ളുന്ന ചൂട്, അത് ഇരുമ്പ് ചൂടാവുകയും കൂടെ ചെയ്യുന്നതോടുകൂടെ ശരീരം വെന്തുരുകുന്ന അവസ്ഥ, ക്രൂരമായ പീഡനങ്ങൾ. ഒരിറ്റു വെള്ളം പോലും കൊടുക്കാതെ അതിക്രൂരമായി സൂര്യതാപത്തിന് താഴെ ആ പീഡനം കുറേ തുടരുകയാണ്. വാപ്പയും ഉമ്മയും മകനും ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ, തൊലി പൊട്ടി രക്തം വരുന്ന അവസ്ഥ, ഞരമ്പുകളിൽ ഓടുന്ന രക്തം ഇല്ലാതായി പോകുന്ന അവസ്ഥ. ആ സമയത്തും അവർ അള്ളാഹുവിനെയും ഹബീബായ തങ്ങളെയും കൈവിട്ടില്ല. അടുത്ത ദിവസങ്ങളൊക്കെ ഈ പീഡനം തുടരുകയാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഈ പീഡനം തുടരുന്ന അവസ്ഥക്കരിയിലൂടെ ശ്രേഷ്ഠരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോവുകയാണ്. തന്നെയും അള്ളാഹുവിനെയും വിശ്വസിച്ചതിൻ്റെ പേരിൽ, സത്യമാക്കിയതിൻ്റെ പേരിൽ പ്രിയപ്പെട്ട അമ്മാറും യാസിറും സുമയ്യ ബീവിയും റളിയല്ലാഹു അൻഹും ക്രൂരമായ പീഡനങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നത് കണ്ട് പ്രവാചകർക്ക് വലിയ വിഷമമായി. ആ സമയത്ത് മക്കയിൽ ആരും കൂടെയില്ല, വളരെ ചെറിയ ആളുകൾ മാത്രമാണ്. സങ്കടത്തോടെ ഹബീബായ തങ്ങൾ കൽബുകൊണ്ട് അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾക്ക് തീർച്ചയായും സ്വർഗമുണ്ട്. വേദന കൊണ്ട് പൊളഞ്ഞ് ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ വിറങ്ങലിച്ച അവസ്ഥയിൽ കിടക്കുന്ന അവർക്ക് ഹബീബായ തങ്ങളുടെ ഈ വാക്ക് കേട്ട് അവരുടെ നയനങ്ങൾ വിടരുകയായിരുന്നു. ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും വെന്തുരുകുന്ന അവസ്ഥയിൽ അവർ കിടക്കുമ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി അവർക്കത് മതിയായിരുന്നു. ജീവനക്കേളാറെ തങ്ങൾ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഗ്ദാനം. അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മാതാവ് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പിന്നെയും കൂടുതൽ കാലം ആ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നില്ല. അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അബൂജഹൽ അതുവഴി കടന്നു വരികയാണ്. സുമയ്യ ബീവിയെ കണ്ടപ്പോഴും ദേഷ്യത്തോടുകൂടി അബൂജഹൽ പല തെറികളും ക്രൂരമായ പല അധിക്ഷേപങ്ങളും പറയുന്നുണ്ടെങ്കിലും അതൊന്നും തിരിഞ്ഞു നോക്കി മൈൻഡ് ചെയ്യാതെ കിടക്കുന്ന സുമയ്യ ബീവിയെ കണ്ടപ്പോൾ അബൂജഹലിന്റെ ദേഷ്യം വർദ്ധിച്ചു. അബൂജഹൽ ഉടനെ തന്റെ ഉറയിൽ നിന്ന് കുന്തം വലിച്ചൂരിയെടുത്ത് സുമയ്യ ബീവിയുടെ അടിവയറ്റിലേക്ക് കുത്തിക്കയറ്റി. ആ കുത്തിക്കയറ്റിയ കുന്തത്തിന്റെ മറ്റേ ഭാഗം കൂർത്ത മുനകൾ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളെ മുഴുവനും കീറി മുറിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നത് മുതുകിന്റെ ഭാഗത്തുകൂടെയായിരുന്നു. അത്രമാത്രം ക്രൂരമായ വേദന സഹിച്ച് വൃദ്ധയായി മാറിക്കഴിഞ്ഞ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ ഏറെ കഴിയുന്നതിന് മുമ്പ് അള്ളാഹുവിലേക്ക് യാത്രയായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് ദീനിന് വേണ്ടി ഷഹീദാവുന്ന, രക്തസാക്ഷിത്വം വഹിക്കുന്ന ആദ്യത്തെ വ്യക്തി അത് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഇതിൽ പരമൊരു ഭാഗ്യം വേറെ എന്ത് വേണം? അമ്മാറിന്റെ ഉമ്മയാണ് ആദ്യമായിട്ട് ദീനിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചത് ഹബീബായ തങ്ങളുടെ ഉമ്മത്തിൽ. കൂടുതൽ വൈകാതെ പ്രിയപ്പെട്ട പിതാവ് യാസിറിനെയും ശത്രുക്കൾ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുകയായിരുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് അവരും ഈ ലോകത്തോട് വിട പറയുന്നു. രണ്ടാമത്തെ രക്തസാക്ഷി, അതും അമ്മാറിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ പെട്ടവർ തന്നെ. ഇസ്ലാമിന് വേണ്ടി ആദ്യമായി രക്തസാക്ഷിത്വം വഹിച്ച ആ 2 പേർ അമ്മാറിന്റെ ഉമ്മയും രണ്ടാമത്തേത് അമ്മാറിന്റെ ഉപ്പയുമായിരുന്നു. മാതാപിതാക്കളെ ക്രൂരമായി വധിച്ചുവെങ്കിലും അമ്മാറിനോടുള്ള ദേഷ്യം അവർ കൊട്ടുമടങ്ങിയിരുന്നില്ല. അമ്മാറിനെ തുടർന്നും ക്രൂരമായ പീഡനങ്ങൾ അവർ ഏൽപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം തല താഴ്ത്തിക്കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വന്നു അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. സാധാരണ വന്നതുപോലെയല്ല, തല താഴ്ത്തി ഹബീബായ തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാനാവാത്ത അവസ്ഥയിലാണ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു വന്നത്. അമ്മാർ എന്താണ് പറ്റിയത്? അവർ പറഞ്ഞു, ഞാൻ ധാരാളം തെറ്റ് ചെയ്തു പോയി തങ്ങളെ. റസൂലുള്ളാഹി ചോദിച്ചു, എന്ത് തെറ്റാണ് ചെയ്തത്? ഇന്നലെ ഞാൻ അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ടു ശത്രുക്കളാൽ. ഒരുപക്ഷെ ആ പീഡനം ഏറ്റത് ഒരു പർവ്വതമായിരുന്നെങ്കിൽ ആ പർവ്വതം പിളർന്നു പോകുമായിരുന്നു. അത്രയും കഠിനമായിരുന്നു പീഡനങ്ങൾ. നട്ടുച്ച നേരത്ത് ചുട്ടുപൊള്ളുന്ന വെയിലിൽ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി എന്നെ കിടത്തി അതിക്രൂരമായി പീഡിപ്പിച്ച് എൻ്റെ ശരീരം പൊള്ളിക്കുകയും
കരിച്ചു കളയുകയും ചെയ്തു. അവർ തങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് അവനോട് അവർ പറഞ്ഞു. കൂട്ടത്തിൽ അവരുടെ ദൈവങ്ങളെ പ്രശംസിച്ചുകൊണ്ട് എന്തെങ്കിലും പറയാൻ വേണ്ടി അവർ നിർബന്ധിച്ചപ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ അവർ പറഞ്ഞതുപോലെ ചില വാക്കുകൾ ഞാൻ അറിയാതെ പറഞ്ഞുപോയി, ഞാൻ പാപിയായി തങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇപ്പോൾ നിന്റെ മനസ്സ് എങ്ങനെയാണ് ഉള്ളത് അമ്മാറെ? അവർ പറഞ്ഞു, ശാന്തമായ അവസ്ഥയിലാണ് ഹബീബായി തങ്ങളെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാർ, ഇനിയും അവർ നിന്നെ ഇതുപോലെയുള്ള രീതിയിൽ പീഡിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പറയാം, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിച്ചുകൊണ്ടും അവരുടെ ആ ഒരു കാര്യം ശരിവെച്ചുകൊണ്ടും ആയത്തിറങ്ങുകയാണ്. സൂറത്തുൻ നഹ്ലിലെ 106-ാമത്തെ ആയത്ത്, മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി എന്ന് തുടങ്ങുന്ന ആയത്ത് ഈ ഒരു സന്ദർഭത്തിലാണ് ഇറങ്ങിയത്. പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതപ്രകാരം എല്ലാവരും മദീനത്തേക്ക് പലായനം ചെയ്യുമ്പോൾ അതിന്റെ മുൻനിരയിൽ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. മക്കയിൽ നിന്ന് മദീനത്തേക്ക് യാത്ര പോകുന്ന ആ സംഘം ഖുബൈലെത്തിയപ്പോൾ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു കൂടെയുള്ളവരോട് പറഞ്ഞു, നമുക്ക് ഇവിടെ ഇറങ്ങണം, നിസ്കരിക്കണം, ഒരു പള്ളിയും ഉണ്ടാക്കണം. ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ആ പള്ളിയുടെ ആദ്യ പ്രാരംഭ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് ആരംഭിക്കുന്നത്. പിന്നീട് ശ്രേഷ്ഠരായ തങ്ങൾ അവിടെ എത്തി ആ ഒരു പള്ളിയുടെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത് പൂർത്തീകരിക്കുന്നത് വരെ അതിന്റെ ഓരോ ഘട്ടത്തിലും മുൻനിരയിലുണ്ടായിരുന്നു അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. ഹബീബായ തങ്ങളുടെ ഉമ്മത്തിലെ ആദ്യത്തെ പള്ളി, അതിന് മുൻപിൽ നിന്ന് ചുക്കാൻ പിടിച്ചത് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു മറ്റുള്ള സ്വഹാബികളും. ഖുബൈയിൽ വെച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കണ്ട് മനസ്സിന് വല്ലാത്ത ആനന്ദമുണ്ടായി അമ്മാർ ഇബ്നു യാസിറിന്. മദീനത്തെത്തിയതിനു ശേഷം ശ്രേഷ്ഠരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു സാമീപ്യത്തിൽ നിന്ന് ഒരിക്കൽ പോലും മാറിയില്ല. അമ്മാറിന് റസൂലുള്ളാഹിയോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അമ്മാറിനോടും ഒരു പ്രത്യേകമായ ഇഷ്ടമായിരുന്നു. കാരണം ഇത്രമാത്രം ത്യാഗം ഇസ്ലാമിന് വേണ്ടി സഹിച്ചൊരു കുടുംബം വേറെയില്ല. ഹബീബായ തങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ട് അമ്മാർ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനിതാ സുഗന്ധം പരത്തിക്കൊണ്ട് കടന്നു വരുന്നു എന്ന് വരെ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാർ ഇബ്നു യാസിർ കടന്നു വരുമ്പോൾ പറയാറുണ്ടായിരുന്നു. അത്രമാത്രം ഗാഢവും ഇഷ്ടവുമായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം. പിന്നീട് നടന്ന ബദർ യുദ്ധത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് അതിശ്രേഷ്ഠമായ മനോഹരമായ യുദ്ധം ചെയ്ത് വലിയ വിജയം നേടുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ആളായിരുന്നു അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. പിന്നീട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം വിശ്വാസികൾ പല ആളുകളും മാറിപ്പോവുകയും കള്ളപ്രവാചകൻ മുസൈലിമത്തുൽ കദ്ദാബ് രംഗത്ത് വന്നപ്പോൾ യമാമയിൽ വെച്ച് നടന്ന വളരെ പ്രധാനപ്പെട്ട യുദ്ധത്തിൽ വളരെ നിർണായകമായ ദൗത്യം നിർവഹിച്ചു അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. ആ യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെടുമോ എന്ന് തോന്നിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ ചില ആളുകളൊക്കെ പിന്തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിതറിപ്പോകുന്ന ഒരു ഘട്ടത്തിൽ, ഭീകരമായ യുദ്ധം നടന്ന ഒരു ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നൊരു വലിയ പർവ്വതത്തിൻ്റെ ഒരു മലയുടെ ഒരു പാറയുടെ മുകളിൽ കയറി അമ്മാർ ഇബ്നു യാസിർ വിശ്വാസികളോടായി പറഞ്ഞു, ഓ മുസ്ലിം സമൂഹമേ, നിങ്ങൾ സ്വർഗത്തിൽ നിന്നാണോ ഓടി രക്ഷപ്പെടുന്നത്? ഈ വഴി എൻ്റെ കൂടെ വരൂ എല്ലാവരും. അതേ തുടർന്ന് അമ്മാർ ഇബ്നു യാസിറിന്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം അണിനിരക്കുകയും അതോടൊപ്പം മറ്റു ചില സംഘങ്ങളും ചേർന്നുകൊണ്ട് വലിയ പോരാട്ടം നടക്കുകയും യമാമയിൽ മുസ്ലിമീങ്ങൾ വിജയം നേടുകയുമാണ് ചെയ്തത്. അതായത് ആ ഘട്ടത്തിൽ വിശ്വാസികൾ പലരും, വിശ്വാസികളായിരുന്നവർ ദീനിൽ നിന്ന് കൂട്ടം കൂട്ടമായി പോകുന്നൊരു ഘട്ടത്തിൽ കൂട്ടം കൂട്ടമായ ആളുകൾ ദീനിലേക്ക് വരാൻ അത് കാരണമായി. പിന്നീട് ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ കൂഫയിലെ ഗവർണറായി അമ്മാർ ഇബ്നു യാസിറിനെ നിയോഗിച്ചു. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അവർക്ക് ഒരു ഉസ്താദായി നിയോഗിച്ച് കത്തയച്ചു ഖൂഫക്കാർക്ക്, ഖലീഫ, ഞാൻ നിങ്ങളുടെ ഗവർണറായി അമ്മാർ ഇബ്നു യാസിറിനെ നിയോഗിക്കുന്നു. അവരുടെ കൂടെ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിനെയും പറഞ്ഞയക്കുന്നുണ്ട്. അവരുടെ സഹായിയായിരിക്കും ഗവർണറുടെ, അതോടൊപ്പം നിങ്ങൾക്കുള്ള അധ്യാപകനുമായിരിക്കും. ഇവർ രണ്ടുപേരും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഹാബികളിൽ പ്രമുഖരാണ്. നിങ്ങളെല്ലാവരും അവരെ ആദരിക്കുകയും വേണ്ട വിധത്തിൽ സ്വീകരിക്കുകയും അവരെ കേട്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ ജീവിതം നയിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നീട് ആ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അമ്മാർ ഇബ്നു യാസിറിനെ. പിന്നീട് ഒരിക്കൽ കണ്ടപ്പോൾ ചോദിച്ചു, ഞാൻ നിങ്ങളെ ഗവർണർ സ്ഥാനത്ത് മാറ്റിയത് നിങ്ങൾക്ക് വിഷമമുണ്ടായോ? അപ്പോൾ പറഞ്ഞു, എനിക്ക് വിഷമമാകുമായിരുന്നു നിങ്ങൾ ആ ഗവർണർ സ്ഥാനത്ത് എന്നെ തുടരാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ. അത്രമാത്രം ഖലീഫ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്, ഒരിക്കൽ ഞാനത് ആഗ്രഹിച്ചിരുന്നില്ല എന്ന്. ഒരു കുടുംബം മുഴുവനും ഇസ്ലാമിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ദീനിന് വേണ്ടി എല്ലാം സമർപ്പിച്ച ആ മഹത്തായ കുടുംബം, അവരോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.